സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. എല്ലാവർക്കും ചിന്മയ സന്ധ്യയിലേക്ക് സ്വാഗതം. ഇതിൻ്റെ ആമുഖമായിട്ട് നമ്മൾ പറഞ്ഞു, വൈകുന്നേരങ്ങൾ നമുക്ക് ആധ്യാത്മികമായ ഒരു മനസ്സിലേക്ക് ആത്മീയമായ നിറവിനെ കൊണ്ടുവരിക എന്ന് പറയാം. എന്തിനാണത് എന്നാണെങ്കിൽ, അത് നമ്മളെ രാമകൃഷ്ണദേവൻ പറയും, ഈ കർമ്മം ചെയ്യുക എന്ന് പറയുന്നത്, നമ്മൾ പ്രത്യേകിച്ച് ഗൃഹസ്ഥാശ്രമത്തിലെ രാമകൃഷ്ണദേവൻ അതാ പറയുന്നത്, ഒരു ഗൃഹസ്ഥാശ്രമിയെ സംബന്ധിച്ച് എല്ലാവരെ സംബന്ധിച്ചും കർമ്മം ചെയ്യുക എന്നത് അനിവാര്യമാണ്, ഒഴിവാക്കാൻ പറ്റാത്തതാണ്. ആ കർമ്മം ചെയ്യുന്നതിനെ രാമകൃഷ്ണദേവൻ ഉപമിക്കുന്നത് ചക്ക മുറിക്കുന്നതിനോടാണ്. ഈ ചക്ക മുറിക്കുക എന്ന് പറയുന്നത്, അത് മുറിക്കുന്നവർക്ക് അറിയാം, അതിൽ അരക്ക് മുളഞ്ഞി എന്നൊക്കെ പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഒട്ടിപ്പിടിക്കുന്നത് വെള്ള ഇതിൽ. അപ്പോൾ അത് കുറച്ച് മെനക്കെട്ട പണിയാണത്. പക്ഷെ അത് വളരെ അനായാസേന ചെയ്യാൻ സാധിക്കും. അത് മുറിക്കുന്ന കത്തിയിൽ നമ്മൾ നല്ല എണ്ണ പുരട്ടുക, പിന്നെ അത് മുറിച്ച് കഴിഞ്ഞാൽ അതൊരു വടികൊണ്ട് അതിൻ്റെ ആ പശ അത് തിരിച്ച് കൃത്യമായിട്ട് അത് എടുക്കുക, പിന്നെ കയ്യിൽ എണ്ണ പുരട്ടുക. പഴുത്തതാണെങ്കിൽ ചുണ്ടിലും പുരട്ടിയാൽ നല്ലതാണ്. കുറച്ച് ഈ എണ്ണ പുരട്ടി ചക്ക മുറിക്കുമ്പോൾ അത് ഒട്ടലുണ്ടാവില്ല. ഇതുപോലെയാണ് രാമകൃഷ്ണദേവൻ പറയുന്നത്, ജ്ഞാനം, അത് ആത്മീയ ജ്ഞാനം ആകുന്ന, ആത്മീയ തൈലം, ആത്മീയതയാകുന്ന, അറിവാകുന്ന എണ്ണ പുരട്ടി കർമ്മം ചെയ്യാം. അപ്പം നമ്മൾ അത് പറ്റിപ്പിടിക്കില്ല എന്ന് പറയാം. ഈശാവാസ്യോപനിഷത്ത് പറയും, ന ലിപ്യതേ നരേ, നരനിൽ അത് ലേപനം ചെയ്യിക്കില്ല എന്ന് പറയാം. അപ്പം ഈ ചിന്മയ സന്ധ്യയുടെ പ്രധാന ഉദ്ദേശം, നമ്മൾ പോലും അറിയാതെ നമ്മളെ നമ്മൾ പറയുമല്ലോ, അയാൾക്കൊരു സ്പിരിച്വൽ ബെൻഡ് ഉണ്ട് എന്ന് പറയാം, ഒരു ആത്മീയമായ ഒരു ചായ്വുള്ള ഒരാളാണ് എന്ന് പറഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ വാക്കിലും പ്രവൃത്തിയിലും അത് നമ്മളെ അറിയാതെ നമ്മളിൽ വന്നു ചേരേണ്ടുന്ന ഒന്നാണ്. ഈ ഒരു ചിന്മയ സന്ധ്യയുടെ ഉദ്ദേശവും അതാണ്. നമ്മൾ ആ ഒരു പ്രാർത്ഥനയോട് കൂടിയാണ്, ആ ഒരു സതുദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനെയൊരു ചിന്മയ സന്ധ്യ, ഇതിൽ നമുക്ക് ഭാരതീയ ദർശനങ്ങളെ അടുത്തറിയുന്ന ഒരു പരിപാടി. അപ്പം ഇതിൽ നിങ്ങളുടെ ചോദ്യങ്ങളും കാര്യങ്ങളും അതിനനുസരിച്ച് ഉത്തരങ്ങളും ഒക്കെ ഉണ്ടാവും. ഇപ്പം ക്ലാസ്സിൻ്റെ ആമുഖത്തിൽ തന്നെ നമ്മളൊരു ശാന്തി മന്ത്രം ചൊല്ലിക്കൊണ്ടാണ് തുടങ്ങിയത്. വളരെ പ്രസിദ്ധമായ ഉപനിഷത്തിലെ ശാന്തി മന്ത്രം, സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ചിലപ്പോൾ ഇതിൻ്റെ അർത്ഥം എല്ലാവർക്കും അറിഞ്ഞോളണമെന്നില്ല. അപ്പം നമുക്ക് ഈ ശാന്തി മന്ത്രങ്ങളൊക്കെ അത് മനനം ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ മന്ത്രങ്ങൾക്കൊക്കെ, ഏത് മന്ത്രങ്ങൾ എടുക്കുകയാണെങ്കിലും ആ മന്ത്രങ്ങളെല്ലാം പ്രണവത്തോട് കൂടിയിട്ടാണ്. പ്രണവം അതിൻ്റെ ഒരു ഊർജമാണ് എന്ന് പറയാം. വാഹനത്തിന് പെട്രോൾ എന്നതുപോലെ പ്രണവത്തോട് ചേർന്നിട്ടാണ്, പ്രണവമാണ് മന്ത്രങ്ങൾക്ക് ജീവനേകുന്നത് എന്ന് പറയും. അപ്പോൾ പ്രണവം ഓംകാരം, ഓംകാരത്തെ ശബ്ദബ്രഹ്മം എന്ന് പറയും.
അതിനെ തന്നെയാണ് താരകം, അക്ഷരം എന്നൊക്കെ പറയുന്നത് അതിനെയാണ്. അതാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ അർജുനന് ഉപദേശിക്കുന്നത്. കഠോപനിഷത്തിൽ യമധർമ്മൻ നചികേതസിന് ഉപദേശിക്കുന്നത് അതാണ്. നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടത് ഈശ്വരൻ്റെ ശബ്ദരൂപം. ഈശ്വരനെ ദൃശ്യത്തിലും ശബ്ദത്തിലും സ്പർശത്തിലും രസത്തിലും രൂപത്തിലും ഗന്ധത്തിലും ഒക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. തപോവനസ്വാമികൾ ഈ ഗുരുവായൂരിൽ നിന്ന് തപോവനസ്വാമികൾക്ക് പതിവായി കത്തെഴുതുക, അതുപോലെ ഗുരുവായൂരിൽ നിന്ന് ചന്ദനവും കൂടെ ആ കത്തിൻ്റെ കവറിൻ്റെ ഉള്ളിൽ സ്വാമിജിക്ക് അയച്ചു കൊടുക്കും. ചിന്മയൻ സ്വാമികളുടെ ഗുരുവായിട്ടുള്ള സ്വാമി തപോവൻ മഹാരാജ് എന്ന് പറയും. ഹിമവത് വിഭൂതി സ്വാമി തപോവനം, അങ്ങനെയാണ് ഹിമാലയത്തിൽ സ്വാമിജി അറിയപ്പെടുന്നത്. ഉത്തരകാശിയിലും ഗംഗോത്രിയിലും ആണ് സ്വാമിജിയുടെ ആശ്രമം. അപ്പം സ്വാമിജിയുടെ ഒരുപാട് എഴുത്തുകളൊക്കെ പണ്ട് കണ്ടത്തിൽ വർഗീസ് മാപ്പിളയുടെ മലയാള മനോരമയിൽ ആ കാലത്ത് അതിലൊക്കെ കണ്ടശയായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീടൊക്കെയാണ് സ്വാമിജിയുടെ തപോവന ചരിതം, ഹിമഗിരി വിഹാരം, ഈശ്വര ദർശനം എന്നൊക്കെയുള്ള പുസ്തകങ്ങൾ, ബദ്രീശ സ്തോത്രം, ഗംഗാസ്തോത്രം, ഇങ്ങനെയുള്ള കൃതികളൊക്കെ പിന്നീട് വന്നിട്ടുള്ളത്. അപ്പോൾ സ്വാമിജി വലിയ വേദാന്തിയാണ്. അറിയാം, സ്വാമിജിയുടെ ഹിമഗിരി വിഹാരത്തെക്കുറിച്ച് നമ്മുടെ വിഷ്ണുനാരായണ നമ്പൂരി സാറ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് സാർ ഓരോ പ്രാവശ്യവും ഹിമഗിരി വിഹാരം വായിക്കുന്ന സമയത്ത് അതിലിങ്ങനെ അണ്ടർലൈൻ ചെയ്യും അത്രേ. ഇന്ന് സാറ് നമ്മുടെ കൂടെ ഇല്ല. അപ്പോൾ സാറ് പറയുകയാണ്, ഇപ്പം ഞാൻ എൻ്റെ ഹിമഗിരി വിഹാരം നോക്കിയാൽ അതിൽ അണ്ടർലൈൻ ഇല്ലാത്ത ഒരൊറ്റ വരി എവിടെയും കാണില്ല. കാരണം അങ്ങനെയാണ് തപോവനസ്വാമികൾ അതിനെ പറഞ്ഞിരിക്കുന്നതെന്ന്. അപ്പോൾ ആ തപോവനസ്വാമികൾക്ക് ഈ ഗുരുവായൂരിൽ നിന്ന് ഒരു ഗൃഹസ്ഥാശ്രമി സ്വാമിജിക്ക് എഴുത്ത് അയക്കുമ്പോൾ കവറിൻ്റെ കൂട്ടത്തിൽ ഗുരുവായൂർ ചന്ദനം കൂടെ അയച്ചു കൊടുക്കും. അപ്പോൾ സ്വാമിജി അതിനെക്കുറിച്ചൊക്കെ എഴുതുന്നുണ്ട്. അപ്പോൾ സ്വാമിജി പറയും, ഇത് കവർ പൊട്ടിച്ചു കഴിഞ്ഞാലുള്ള ഈ ഗുരുവായൂർ ചന്ദനത്തിൻ്റെ ഗന്ധം അത് ആ ഈശ്വരൻ്റെ പ്രണവ എങ്ങനെയാണ് ശബ്ദരൂപത്തിൽ അതുപോലെ ആ ഗന്ധമാകുന്നു എന്ന് പറയും. അപ്പം നമുക്ക് ഓരോരോ ശബ്ദത്തിലും സ്പർശത്തിലും രസത്തിലും രൂപത്തിലും ഗന്ധത്തിലും ഒക്കെ ഈശ്വരനെ അവതരിപ്പിച്ചിട്ടുണ്ട് പൂർവികന്മാർ. അപ്പോൾ ഇത് ഏറ്റവും വളരെ ശക്തമായിട്ടുള്ള ഒരു ബിംബമാണ് പ്രണവം, ഓംകാരം, താരകം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ സഹ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് എന്നാണ്. നമുക്ക് ഈ ചിന്മയ സന്ധ്യയിൽ പല ശാന്തി മന്ത്രങ്ങളും നമുക്ക് പരിചയപ്പെടാം. ഇന്നിപ്പോൾ സഹനാവവതു, അടുത്ത നാളെ നമുക്ക് മറ്റൊന്നിനെ പരിചയപ്പെടാം. അങ്ങനെ പല ശാന്തി മന്ത്രങ്ങളും പരിചയപ്പെട്ട് നമുക്കങ്ങനെ പോവാം. അപ്പോൾ സഹ ഒരുമിച്ച്, നൗ എന്ന് പറഞ്ഞാൽ 2 പേർ, അവതു എന്ന് പറഞ്ഞാൽ രക്ഷിക്കട്ടെ, പരിപാലിക്കട്ടെ. അപ്പോൾ സഹ നൗ അവതു, അതാണ് സഹനാവവതു. നമ്മളെ ഒരുമിച്ച് രക്ഷിക്കട്ടെ, പരിപാലിക്കട്ടെ, സംരക്ഷിക്കട്ടെ നമ്മളെ 2 പേരെ. ഇതിൽ നമ്മൾ ഈ വൈകുന്നേരം സന്ധ്യ നേരത്തെ ഇരുന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. 2 പേരെന്ന് പറഞ്ഞാൽ ഞാൻ ആരാണ്? എന്നോടൊപ്പം ചേർക്കാൻ എനിക്ക് ആരാണ് ഉള്ളത്? ചിലപ്പോൾ ഒരാൾക്ക് തോന്നുന്നു എനിക്കങ്ങനെ എൻ്റെ കൂടെ ചേർക്കാൻ പറ്റുന്ന ആരുണ്ടെന്ന് തോന്നുന്നില്ല, ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ്. അങ്ങനെയാവാം. ചിലപ്പോൾ ചിലർക്ക് അങ്ങനെ തോന്നുന്നുവെങ്കിൽ ഇതിൻ്റെ ആത്മീയമായ ഉൾക്കൊള്ളൽ എങ്ങനെയാണ്? ആത്മീയമായ ഉൾക്കൊള്ളൽ എന്താണ്? നമ്മൾ പറയില്ലേ വസുദൈവ കുടുംബകം എന്ന്. എന്തിനാ വസുദൈവ കുടുംബകം എന്ന് പറയുന്നത്? അയം നിജ പരോവേത്തി ഗണനാം ലഘുചേതസാം ഉദാരചരിതാനാം തു വസുദൈവ കുടുംബകം എന്നാ. മറ്റവർ അയം നിജ പരോവേത്തി, അവൻ ഇവൻ, അവൻ്റേത് ഇവൻ്റേത് എന്ന് പറയുന്നത് അല്പബുദ്ധികളാണ്.
ഉദാരചരിതാനാം തു വസുദൈവ കുടുംബകം. ഉദാരചരിതന്മാർക്കാണ് വസുദൈവ കുടുംബകം എന്ന് പറയുന്നത്. ആ വസുദൈവ കുടുംബകം എന്ന് പറഞ്ഞാൽ ആ കുടുംബത്തിൽ ഇല്ലാത്തതായിട്ടുള്ള ആരുമില്ല. അപ്പോൾ എന്നോടൊപ്പം ചേര് ആരൊക്കെയാണ് പരിരക്ഷിക്കപ്പെടേണ്ടത് എന്ന് ചോദിച്ചാൽ, എനിക്ക് ആരെയാണ് എൻ്റെ കൂട്ടത്തിൽ ചേർക്കാൻ പറ്റാത്തതായിട്ടുള്ളത്? എല്ലാവരും ഞാനുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ. ഇങ്ങനെ നമ്മുടെ കുടുംബത്തിൻ്റെ വ്യാപ്തിയെ, സ്വദേശോ ഭുവനത്രയം, എൻ്റെ സ്വദേശം എന്ന് പറയുന്നത് ഈ ഭുവനമാണ് മൊത്തം. അങ്ങനെ ഒരു വ്യാപ്തിയിലേക്ക് നമ്മൾ വളരേണ്ടതുണ്ട് എന്ന് പറയാം. അതാണ് ഈ ശാന്തി മന്ത്രത്തിലെ ആദ്യത്തെ സഹ നൗ അവതു. കാരണം അതും കൂടെ രക്ഷിക്കപ്പെടേണ്ടതുണ്ട്. അത് കേവലം മനുഷ്യനായിക്കൊള്ളുന്നില്ല. ഈ പ്രകൃതിയിലെ എല്ലാ ഘടകങ്ങളും എന്നിൽ നിന്ന് മാറി നിന്ന് വേണമെങ്കിൽ എനിക്ക് അങ്ങനെ കാണുന്ന സമയത്ത് അങ്ങനെ കാണാം. നൗ അവതു, അതിനെ രക്ഷിക്കേണ്ടതുണ്ട്. വൃക്ഷ സമൂഹം രക്ഷപ്പെടേണ്ടതുണ്ട്. എങ്കിലാണ് നമ്മുടെ പ്രാണവായു. ഇങ്ങനെ നമ്മൾ പരസ്പരം ബന്ധപ്പെട്ടിട്ടാണ് നിൽക്കുന്നത്. നമ്മളെ അങ്ങനെയാണ് സൃഷ്ടിച്ചത്. ഗീതയിൽ ഭഗവാൻ തന്നെ പറയുന്നത് അങ്ങനെയാണ്. സഹയജ്ഞ പ്രജാ സൃഷ്ടുവ പുരോവാച പ്രജാപതി അനേന പ്രസവിഷ്യധ്വം ഏഷവോസ്തിഷ്ഠ കാമധുഗ്. ഞാൻ പ്രജാപതി വിധാതാവ് സൃഷ്ടിച്ചിട്ട് തന്നെ പ്രജകളോട് പറഞ്ഞത് ഇതുകൊണ്ട് അഭിവൃദ്ധിപ്പെടുവിന്നാണ്. പരസ്പര ഭാവന കൊണ്ട്, യജ്ഞം കൊണ്ടാണ് സൃഷ്ടിച്ചത് തന്നെ. യജ്ഞം എന്ന് പറഞ്ഞാൽ പരസ്പര ഐക്യത്തോടും ഭാവനയോടും കൂടി എടുക്കുക കൊടുക്കുക എന്നുള്ളത് പലയിടത്തൊന്നും നടത്തിയിട്ടാണ്. അങ്ങനെയാണ് ഈ പ്രപഞ്ചം നിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് ഈ വിശ്വത്തിൻ്റെ നിലനിൽപ്പിനെ അറിഞ്ഞ പ്രാർത്ഥനയാണിത്. അല്ലാതെ ഞാനും എൻ്റെ ഭാര്യയും കുട്ടികളും മാത്രം എന്നതല്ല. അപ്പം സഹ നൗ അവതു, സഹ നൗ ഭുനക്തു. ഇതേപോലെ നമ്മൾ ഒരുമിച്ച് അനുഭവിക്കട്ടെ എന്ന്. അപ്പം അനുഭവത്തിലും നമ്മൾ ഒരുമിച്ചാണ്. കാരണം ഞാൻ ഒറ്റയ്ക്ക് സൃഷ്ടിച്ചതല്ല ഇതൊന്നും ഞാൻ അനുഭവിക്കുന്നത്. ഒരുപാട് കൂട്ടായ്മയിൽ നിന്നുണ്ടായിട്ടുള്ളതാണ്. ഏതെടുക്കുകയാണെങ്കിലും അതിലൊരു ടീം വർക്ക് ഉണ്ട്. അപ്പോൾ അതിനെയൊക്കെ സ്മരിക്കുക എന്നുള്ളത് തന്നെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഒരു സ്മരണ ഉണ്ടാവുക. കുട്ടികളോടൊക്കെ നമ്മൾ എപ്പോഴും പറയേണ്ടത് അതാ. നമ്മൾ പലപ്പോഴും തെറ്റായ ഉപദേശങ്ങൾ കൊടുക്കാറുണ്ട്. ഭക്ഷണം ബാക്കി കുട്ടികൾ വെച്ച് വേസ്റ്റാക്കി കളഞ്ഞാൽ നമ്മൾ എന്താ പറയുകയെന്നറിയോ? ഇതൊക്കെ കിട്ടാത്ത പട്ടിണി കിടക്കുന്ന പട്ടിണി പാവങ്ങൾ എത്ര ഉണ്ട് എന്നറിയോ നിനക്കൊക്കെ? അതവർക്ക് അത്ര അങ്ങോട്ട് ഏശില്ല. ഇത് എത്ര കാലം നിങ്ങൾ പറയാൻ തുടങ്ങിയിട്ടുണ്ട്? അതല്ല പറയേണ്ടത്. വളരെ സീരിയസ് ആയിട്ട് പറയേണ്ടത് എന്താ? വേണമെങ്കിൽ കഥ പറഞ്ഞു കൊടുക്കാം. എന്താണ് കഥ? ആശ്രമത്തിൽ ഒരു ഗുരുവിന് ഭക്ഷണം കൊടുക്കുമ്പോൾ പതിവായിട്ട് ശിഷ്യന്മാർ കുടിക്കാനുള്ള വെള്ളത്തിന് കൂടാതെ ഒരു ചെറിയ ഗ്ലാസ്സിൽ, അതൊരു ചെറിയ പാത്രമാണ്, അതിൽ വെള്ളവും അതുപോലെ വേറെ ചെറിയൊരു വട്ടത്തൊരു പാത്രത്തിൽ, വട്ടക്കിണ്ണം എന്നൊക്കെ നമ്മൾ പറയും, അങ്ങനെ ഒരു പാത്രത്തിൽ ഒരു സൂചിയും കാണാം. അതും വയ്ക്കും. ഈ ശിഷ്യന്മാരിങ്ങനെ നോക്കും, ഇദ്ദേഹം ഇത് കഴിക്കുമോ എന്ന്. ഇത് കാലങ്ങൾ എത്രയോ ആയി, അതില്ലെങ്കിൽ അദ്ദേഹം കഴിക്കുകയില്ല, ഭക്ഷണം കഴിക്കുകയില്ല. ഇതവിടെ വേണം. സൂചി ഉണ്ടാവും, ചെറിയ പാത്രത്തിൽ വെള്ളവും ഉണ്ടാവും. അദ്ദേഹത്തിന് കുടിക്കുന്ന വെള്ളം വേറെ തന്നെ. ഇത് കഴിഞ്ഞാൽ ഇവർ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് നോക്കും അദ്ദേഹം അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ. ചിലർക്കൊക്കെ സംശയം അത് പല്ലിൻ്റെ ഇടയിൽ കുത്താനുള്ളതാണോ. ഒന്നുമല്ല, തൊടാറില്ല അത്. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. അങ്ങനെ ഒരു ദിവസം ഇദ്ദേഹം മരിക്കാറായി. അപ്പോൾ ശിഷ്യന്മാർക്ക് തോന്നി, ഗുരുവിനോട് എന്തിനാണ് ആ വെള്ളവും സൂചിയും വെക്കുന്നത്? അത് നമുക്ക് ചോദിച്ചിട്ട് തന്നെ കാര്യം. അങ്ങനെ ഗുരുവിനോട് ചോദിച്ചു. അപ്പോൾ ഗുരു പറഞ്ഞു, നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചല്ലോ, നന്നായി. അപ്പോൾ പറഞ്ഞു, അത് അന്നം ന നിന്ദ്യാത് തത് വ്രതം. അന്നത്തെ നിന്ദിക്കാൻ പാടില്ല, നിരാകരിക്കാൻ പാടില്ല. അത് വ്രതമാണ്.
എന്താന്ന് പറഞ്ഞാൽ ഞാൻ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് 1 മണി വറ്റ് താഴെ വീണാൽ ഞാനത് സൂചി കൊണ്ട് കുത്തിയെടുക്കും, എന്നിട്ട് ആ വെള്ളത്തിൽ മുക്കി ഞാൻ കഴിക്കും. സൂചിയല്ല, വറ്റ് കഴിക്കും. പക്ഷെ അത് എനിക്ക് ഇതുവരെ വേണ്ടി വന്നിട്ടില്ല. ഞാൻ അത്രയും ശ്രദ്ധയോടുകൂടിയാണ് കഴിക്കാറ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു കൊടുത്തു, 1 മണി അരി ഉണ്ടാവുന്നതിൻ്റെ പിറകിൽ എന്തൊക്കെ പ്രയത്നങ്ങളുണ്ട്, എത്ര പ്രവർത്തനങ്ങളുണ്ട്, പ്രകൃതിയുടെ പ്രവർത്തനവും. അത് നമ്മുടെ തീൻമേശയിൽ വരുമ്പോൾ ആളുകൾക്ക് വിശക്കുന്നുണ്ട്, ഭക്ഷണം കിട്ടാത്തവരുണ്ട്, അത് വേറെ കാര്യം. അതിലുപരി 1 മണി അരി രൂപാന്തരപ്പെട്ട് വരുന്നതിൻ്റെ പിറകിലെ കാര്യങ്ങൾ. നീ മോനെ നിഷേധിച്ചത് ഈ പ്രകൃതിയുടെ വ്യവസ്ഥിതിയെയാണ്, നീ വെല്ലുവിളിക്കുന്നത് ആ വ്യവസ്ഥിതിയെയാണ്. അത് നമ്മൾ ചെയ്യാൻ പാടില്ല. അതൊരു വലിയൊരു തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. ഗാന്ധിജിയൊക്കെ പറയുന്ന യമുന അങ്ങനെ കുത്തി ഒഴുകുന്ന യമുന തീരത്തിരുന്നിട്ടാണ് തീരത്ത് നിന്ന് നെഹ്റു വെള്ളമെടുത്ത് കാല് കഴുകി പിന്നെ അത് അലക്ഷ്യമായിട്ട് ഇതാക്കിയ സമയത്ത് ഗാന്ധിജി പരസ്യമായി വഴക്ക് പറഞ്ഞു പണ്ഡിറ്റ്ജിയെ. കാരണം നിങ്ങൾക്കത് അങ്ങനെ ഇതാക്കാനുള്ളതല്ല, അതിനൊരു പ്രത്യേക സംവിധാനത്തിലൂടെ അത് പോകുന്നതാണ്, നമുക്ക് ആവശ്യമുള്ളതേ എടുക്കാവൂ എന്ന്. അപ്പം ആവശ്യമുള്ളത് എടുക്കുക. ഇത് പലർക്കും ആവശ്യമുള്ളതാണ്, ഒരുപാട് പേർക്ക് ആവശ്യമുള്ളതാണ്. അപ്പം അതിനോട് നമുക്കൊരു ആദരവുണ്ടെങ്കിൽ നമ്മളിത് തോന്നിയതുപോലെ എടുക്കുക, എടുത്തത് മുഴുവൻ കഴിക്കാതിരിക്കുക. അങ്ങനെ ചെയ്യരുത് മോനെ, അത് തെറ്റല്ലേ, അല്ലെങ്കിൽ മോളെ അങ്ങനെ അത് തെറ്റല്ലേ എന്ന് അവരോട് ചോദിച്ചാൽ അപ്പോഴവർക്കത് മനസ്സിലാവും. അപ്പോൾ സഹ നൗ അവതു, നമുക്ക് ഒരുമിച്ച് അനുഭവിക്കാം. സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ, വീര്യത്തോടുകൂടി നമുക്ക് ഇവിടെ നിലകൊള്ളാം എന്ന് പറയാം. ഉണർവോടുകൂടി, ഉന്മേഷത്തോടുകൂടി, ഊർജ്ജസ്വലതയോട് കൂടിയിട്ട്, ഒരുമാതിരി ഒരു ആവണക്കെണ്ണ കുടിച്ച പോലെയല്ല. എല്ലാറ്റിനെയും നമ്മൾ ഈ പ്രപഞ്ചത്തെ കാണുന്നതിലും എല്ലാ നമ്മുടെ വ്യാപാരങ്ങളിലും എടുക്കലും കൊടുക്കലും നടക്കലും എല്ലാം തന്നെ ഭഗവാൻ അതിന് യത് കരോഷി യത് അശ്നാസി യത് ജുഹോഷി ദദാസി യത് തപസ്യസി കൗന്ദയ തത് പുരുഷമതർപ്പണം എന്ന് പറയുന്നു. എന്നിൽ അർപ്പിച്ചുകൊണ്ട് എന്ന് പറയുന്നത് ആ ജാഗ്രതയോടുകൂടി. സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വി നാവധീതമസ്തു നൗ അധീതം തേജസ്വി അസ്തു. നമ്മൾ അധ്യയനം ചെയ്യുന്നത്, പഠിക്കുന്നത് ഇതുപോലുള്ള കാര്യങ്ങൾ തേജസ്വി അസ്തു, അത് തേജസ്സുറ്റതായിരിക്കട്ടെ എന്നാണ്. എന്തിനാണ് തേജസ്സുറ്റതായിരിക്കുക എന്ന് പറഞ്ഞാൽ, ഒന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക, പിന്നെയോ മറ്റുള്ളവർക്ക് അതിനെ പകർന്നു കൊടുക്കുക. അപ്പോഴാണ് അത് തേജസ്സുറ്റതായി നിൽക്കുക അറിവിൻ്റെ കാര്യത്തിൽ. ബാക്കിയെല്ലാം തന്നെ അങ്ങനെയാണ്. നമ്മളൊരു ട്രെയിനിലോ ബസ്സിലോ ഒക്കെ കയറി യാത്ര പോകുമ്പോൾ അത് നമ്മൾ ഇറങ്ങാൻ നേരത്ത് ആ സീറ്റിൽ വേറൊരാൾക്ക് വന്ന് ഇരിക്കാൻ പറ്റുമോ എന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാവും. നമ്മളെ അത് അങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കി ഇട്ടിട്ടാണ് പോയതെങ്കിൽ എല്ലാം നമ്മൾ പബ്ലിക്കായിട്ട് ഉപയോഗിക്കുന്ന എല്ലാ കാര്യത്തിലും അത് വളരെ പ്രധാനപ്പെട്ടതാണ്. തേജസ്വി അസ്തു, നമുക്ക് കിട്ടിയതെല്ലാം തന്നെ നമ്മൾ തേജസ്സുറ്റതാക്കി വെക്കേണ്ടതുണ്ട്. നമ്മുടെ പ്രകൃതി, നമ്മുടെ ചുറ്റുപാട് എല്ലാം. നമ്മളിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ്. അപ്പോൾ അറിയാലോ, ഇവിടെയൊക്കെ പ്രകൃതി എന്ന് പറഞ്ഞാൽ ഒരു വളരെ അതിമനോഹരമായിട്ട് അതിലേക്ക് മറ്റൊന്നും കൊണ്ടുപോയി അനാവശ്യമായിട്ടുള്ള ഒരു പരിപാടിയും അവരനുവദിക്കില്ല. പ്രത്യേകിച്ച് യൂറോപ്പാണെങ്കിലും അമേരിക്കയാണെങ്കിലും പുറം രാജ്യങ്ങളിലൊക്കെ നമുക്ക് കുറേയൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. കേരളം കുറേ ഭേദമാണ്. പക്ഷെ എന്നാലും നമ്മളൊക്കെ ഓരോരുത്തരും വിചാരിച്ചു കഴിഞ്ഞാൽ അതിൽ വലിയ മാറ്റം കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഈ ശാന്തി മന്ത്രം തന്നെ നമുക്ക് അവിടേക്കൊക്കെ ഉപയോഗിക്കാനുള്ള, നമ്മുടെ ചുറ്റുപാട് തേജസ്സുറ്റതായി ഇരിക്കണം എന്ന് നമ്മൾ എടുക്കുന്ന ഒരു തീരുമാനമാണത്. നൗ അതീതം തേജസ്വി അസ്തു മാ വിദ്വിഷാവഹ, വിദ്വേഷം വേണ്ട എന്ന് പറയാം. ആരോടും വേണ്ട വിദ്വേഷം. നമുക്ക് ഈ സന്ധ്യയിൽ നിങ്ങളോട് പറയാനുള്ളത്,
നമ്മുടെ ആധ്യാത്മികമായ ഉയർച്ചയുടെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത് നമ്മുടെ ബന്ധങ്ങളിൽ, വ്യക്തിബന്ധങ്ങളിൽ, പ്രത്യേകിച്ചും അമ്മ, അച്ഛൻ, അമ്മമ്മ, അങ്ങനെ മുതിർന്നവരായിട്ടുള്ള ആളുകൾ, അവരോടൊക്കെ തന്നെ നമ്മൾ പിണങ്ങിയിരിക്കുക, അവരൊന്നും ശരിയാവില്ല, അത് നമ്മൾ മാറ്റേണ്ടതുണ്ട്. ഇതൊക്കെ നമ്മുടെ ഈ ആധ്യാത്മിക പുരോഗതിക്ക് തടസ്സങ്ങളാണ്. അങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ വഷളായി നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്കൊരു ശത്രുത വേണ്ട എന്ന് പറയാം. മാ വിദ്യുഷാവഹൈ, ആരോടും വേണ്ട. അപ്പം നമ്മൾ ആദ്യം തന്നെ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന, അടുത്ത് ബന്ധപ്പെട്ട് നിൽക്കുന്നവരുണ്ട്, അവരോടൊക്കെ തന്നെ നമ്മൾ ഭയങ്കര ഉടക്കായിരിക്കും. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് ശരിയാക്കണം. എത്രയോ പേരുണ്ട് സ്വന്തം അമ്മയോട് സംസാരിക്കാത്തവരുണ്ട്. ഒക്കെ എന്താ, കുറച്ച് കടന്ന കൈയാണ്. അത് സ്വാമിക്ക് അറിയില്ല എൻ്റെ അമ്മയെ. സ്വാമി പരിചയപ്പെട്ട അപ്പം കൊടുക്കും 2 എന്നാണ് പറയുക. ഒക്കെ എത്രയൊക്കെ പറഞ്ഞാലും ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തപോവൻ സ്വാമികൾ പറയും, കുപുത്രോ ചായേത കുമാത ക്വചിത പിന്ന ഭവേതെന്ന. ദുഷ്ടനായ പുത്രൻ ജനിക്കാം, പക്ഷെ അമ്മ ക്വചിത വിന ഭവേതെന്ന. കുമാത, ഒരു ദുഷ്ടയായ അമ്മ. പിന്നെ നമ്മൾ പറയും ഇങ്ങനെ കുട്ടികളെ ഉപേക്ഷിച്ചില്ലേ, അങ്ങനെ ഇങ്ങനെ. അത് അവരുടെ ഒരു ആ സമയത്തെ അവരുടെ മാനസിക വിഭ്രാന്തിയിൽ നിന്നുണ്ടാവുന്നതാണ്. അതൊരു പ്രകൃതി നിയമം അതല്ല, മറ്റൊന്നാണ്. അതുകൊണ്ട് ചില കാര്യങ്ങളിലൊക്കെ അവർക്ക് അങ്ങനെ സംഭവിക്കുന്നത് ഇന്നതുകൊണ്ടാണ്, നമുക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ്, അതിനെ സൂക്ഷ്മമായിട്ട് പരിശോധിക്കാത്തതിൻ്റെ കുഴപ്പമാണ്. മാ വിദ്വേഷാവഹൈ, വിദ്വേഷം വേണ്ട ആരോടും. ഓം ശാന്തി ശാന്തി ശാന്തി. 3 ശാന്തിയാണ്: ആദിദൈവികം, ആദിഭൗതികം, ആധ്യാത്മികം. വളരെ പ്രസിദ്ധമാണ് ഇത്, ഏറെക്കുറെ എല്ലാവർക്കും അറിയുന്നതായിരിക്കാം. എന്നാലും നമ്മുടെ ദുഃഖങ്ങൾക്ക് 3 കേന്ദ്രങ്ങളുണ്ട് എന്നാണ്. അത് പ്രകൃതിയിൽ നിന്നുണ്ടാവുന്ന, പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നൊക്കെ വരുന്ന, നമുക്ക് ഉണ്ടാക്കുന്ന തീവ്രമായ ദുഃഖങ്ങളുണ്ട്. അത് ഹേതുവായിട്ടുണ്ടായത്. പിന്നെയുള്ളത് ചുറ്റുപാടിൽ നിന്നുണ്ടാവുന്നതാണ്. അത് മൃഗങ്ങളുടെയോ വല്ല പേപ്പട്ടി അടിക്കലോ അങ്ങനെ അതൊക്കെ തുടങ്ങിയിട്ട്, കള്ളന്മാർ തുടങ്ങിയിട്ടുള്ള ചുറ്റുപാടുമായിട്ട് ബന്ധപ്പെട്ടതൊക്കെയാണ്. പിന്നെ നമ്മളിൽ നിന്ന് തന്നെ ഉണ്ടാവുന്ന, നമുക്ക് പാരമ്പര്യമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാവാം. അല്ലാതെ നമ്മുടെ ആലസ്യം, നിദ്ര ഇത്യാദികളെ കൊണ്ട് നമ്മൾ തന്നെ വരുത്തി വയ്ക്കുന്ന കുറേ വിനകൾ, ദുശ്ശീലങ്ങൾ, ഇതൊക്കെയാണ് ദുഃഖത്തിൻ്റെ കാരണങ്ങൾ. 3 സോൾസാണ്. ഇതിനെ ആദിദൈവികം, ആദിഭൗതികം, ആധ്യാത്മികം എന്ന് പറയും. അതിനെയാണ് 3 തലത്തിലുള്ള ശാന്തി. ഓം ശാന്തി ശാന്തി ശാന്തി. ആദ്യത്തേത് ചുറ്റുപാടിലേക്ക് ഉള്ളതാണ്. രണ്ടാമത്തേത് പ്രകൃതി ശക്തിക്കുള്ളത്. പിന്നെ ചുറ്റുപാട്, പിന്നെ അവനവനിലേക്ക്. അതാണ് ആ ശാന്തി 3 തലങ്ങളിൽ നമ്മൾ ചൊല്ലുന്നതിൻ്റെ താല്പര്യം അതാണ്. ഇതെന്താന്ന് പറഞ്ഞാൽ ഈ 3 ഭാഗങ്ങളിൽ നിന്നുള്ള തടസ്സങ്ങളിൽ ഉണ്ടാവാതിരിക്കട്ടെ എന്നുള്ളതിനപ്പുറത്ത് അതെപ്പോഴും വരും. പ്രകൃതിയൊക്കെ എപ്പോഴും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും, ഇതൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും. പക്ഷെ ഞാൻ ഇതിനെ അറിഞ്ഞ് മാറി നിന്ന് നിരീക്ഷിക്കുന്ന ഒരുവനായിരിക്കണം. എന്നിട്ട് എനിക്കതിനെ അതിജീവിക്കാൻ സാധിക്കണം എന്ന് പറയാം. അതാണ് എൻ്റെ ഏറ്റവും വലിയ ഇതിലെ ജ്ഞാനം എന്ന് പറയുന്നത്. അപ്പം ഇത് വരും, അതേസമയം അത് സ്ഥിരമല്ല, അത് പോവും. ഓം ശാന്തി ശാന്തി ശാന്തി. ഇതാണ് ഈ ശാന്തി മന്ത്രത്തിൻ്റെ താല്പര്യം. അപ്പം നമ്മൾ ഇന്ന് എടുക്കാം എന്ന് പറഞ്ഞിട്ടുള്ളത് ശങ്കര ഭഗവത് പാദരുടെ ഭജഗോവിന്ദം എന്ന് പറയുന്ന കൃതിയാണ്. ഇത് ശങ്കരാചാര്യരുടെ അല്ല എന്നൊക്കെ ചില ആൾക്കാരൊക്കെ പറയും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ തർക്കങ്ങളും അതും ഇതൊക്കെ ഉണ്ടാവും. അതൊക്കെ ആ വഴിക്ക് പോയിക്കോട്ടെ എന്ന് ചിന്മയാനന്ദ സ്വാമികൾ എപ്പോഴും പറയും. ശങ്കരാചാര്യരെ കുറിച്ച്, ശങ്കരാചാര്യ കാലഘട്ടത്തെക്കുറിച്ചും ഈ ചരിത്രകാരന്മാർക്ക് പല അഭിപ്രായങ്ങളും ഉണ്ട് എന്നാണ്.
അപ്പോൾ സ്വാമിജി പറയും, ഏതായാലും ഒരു കാര്യത്തിൽ അവർക്ക് വിയോജിപ്പൊന്നുമില്ല. ശങ്കരാചാര്യ ജനിച്ചിരുന്നു, അതിൽ തർക്കമില്ല. സ്വാമിജി പറയും മതി, അറ്റ്ലീസ്റ്റ് അതെങ്കിലും ഉണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് സമാധാനിക്കാമെന്ന് പറയും. ശങ്കര ഭഗവത്പാദർ കാലടി, അച്ഛൻ ശിവഗുരു എന്ന് പറയാം. ശിവഗുരു വിദ്യാധിരാജൻ്റെ പുത്രനാണ്. ശിവഗുരു മഹാജ്ഞാനിയാണ്. ഈ ശങ്കര ഭഗവത്പാദരുടെ ജീവചരിത്രം എഴുതുന്നത് വിദ്യാരണ്യസ്വാമികളാണ്. വിദ്യാരണ്യസ്വാമികൾ ക്രിസ്തുവിന് മുൻപ് 14-ാം ശതകത്തിൽ ജീവിച്ചിരുന്ന ആളാണ് വിദ്യാരണ്യസ്വാമികൾ. പഞ്ചദശി കൃതികളൊക്കെ രചിച്ചിട്ടുള്ള ആ വിദ്യാരണ്യസ്വാമികളാണ് ശങ്കര ദിഗ്വിജയം എന്ന പേരിൽ ശങ്കര ഭഗവത്പാദരുടെ ജീവചരിത്രം എഴുതിയിട്ടുള്ളത്. അതിൽ നിന്നാണ് നമ്മൾ ശങ്കരാചാര്യരെ പരിചയപ്പെടുന്നത്. രണ്ട് സോഴ്സാണ്. ഒന്നത്, മറ്റൊന്ന് ആചാര്യസ്വാമികളുടെ കൃതികളാണ്. പിന്നെ ശങ്കരാചാര്യരുടേതല്ലാത്തത് ശങ്കരാചാര്യരുടെ അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ട്. ബ്രഹ്മസൂത്രത്തിലെ അപശൂദ്രാധികരണം, ഭഗവത്ഗീതയിൽ വരുന്ന ചാതുർവർണ്ണ്യത്തിൽ വരുന്ന കുറേ ദുഷിച്ച വ്യാഖ്യാനങ്ങളുണ്ട്. വാസ്തവത്തിൽ ശങ്കരാചാര്യർക്ക് അതുമായിട്ട് ബന്ധമില്ല. ആരൊക്കെയോ ശങ്കരാചാര്യരുടെ പേരിൽ ആ അക്കൗണ്ടിൽ ഇട്ട് വെച്ചതാണ്. അതിന് ഒരു എന്താ പറയുക, ഒരു അനുഭവം തന്നെയുണ്ട്. ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെച്ചൊരു അനുഭവം തന്നെയുണ്ട്. അത് വൈക്കം ക്ഷേത്രത്തിൽ, വൈക്കം ക്ഷേത്ര ഈ സമരം നടക്കുന്ന കാലത്ത്, ക്ഷേത്രപ്രവേശന വിളംബരത്തിന് മുമ്പായിട്ട് സത്യാഗ്രഹം നടക്കുന്ന ആ കാലത്ത്, നമുക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദിവസം ഒരു സമരം നടന്നിട്ടുള്ളത് വൈക്കം സത്യാഗ്രഹം ആയിരിക്കണം. വർഷങ്ങൾ നീണ്ടതാണ്. ആ ദിവസം കൃത്യമായിട്ട് എത്രയാണെന്ന് അറിയില്ല, അത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും അത് എത്രയാണ്. ഏറ്റവും കൂടുതൽ അത്രത്തോളം ദൈർഘ്യമുള്ള സമരം വേറെ ഉണ്ടായിട്ടില്ല. പിന്നെ ഈ അടുത്ത കാലത്ത് എന്തോ കർഷക സമരം, അങ്ങനെ അതിൻ്റെ അടുത്തേക്ക് എന്തോ എത്തിയെന്നൊക്കെ അറിഞ്ഞിരുന്നു. പിന്നെ കോവിഡൊക്കെ വന്നത് ഇതായിപ്പോയതാണ്. അപ്പോൾ ഈ സമരം കാലത്ത് മഹാത്മജി ഇവിടെ വന്നിരുന്നു, ക്ഷേത്ര സന്ദർശനവും നടത്തിയിരുന്നു, വൈക്കം ക്ഷേത്രം. അപ്പോൾ ആ സമയത്ത് അതിൽ ഈ ക്ഷേത്രത്തിലെ ആളുകൾ, ക്ഷേത്ര ഭാരവാഹികളോ ആരോ ഈ പറഞ്ഞ മഹാത്മജിക്ക് ഒരു പുസ്തകം കൊടുത്തു. ഇത് ശങ്കര ഭഗവത്പാദരുടെ കൃതിയാണ്. നിങ്ങൾ ഈ ക്ഷേത്രപ്രവേശനത്തിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ ശങ്കരാചാര്യരെ ഒക്കെ ചിട്ടപ്പെടുത്തി വെച്ച ധർമ്മത്തെ നശിപ്പിക്കുക എന്നുള്ളതാണ്, അത് ഓർക്കണം എന്നുള്ള വിധത്തിൽ സംസാരിച്ചു. അപ്പോൾ ഗാന്ധിജി ആ പുസ്തകം മേടിച്ച് നോക്കിയപ്പോൾ സംസ്കൃതത്തിലാണ്. അപ്പോൾ ഗാന്ധിജി കേളപ്പജിയെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ഇത് വിനോബാജിയെ കൊണ്ട് നോക്കിച്ച് ഇതിലെന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് എനിക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. അപ്പോൾ കേളപ്പജി അത് ഏൽപ്പിച്ചത് വിനോബാജിയെ ആയിരുന്നില്ല. കേരളത്തിൽ തന്നെ വിനോബാജിയേക്കാൾ വേണമെങ്കിൽ സംസ്കൃത പണ്ഡിതനായിട്ടുള്ള ആഗമാനന്ദ സ്വാമികളെയാണ്. ആഗമാനന്ദ സ്വാമികൾ കേരളത്തിലെ രാമകൃഷ്ണ മിഷന് രൂപം കൊടുത്ത ആളാണ്. അതിഗംഭീരനായിട്ടുള്ള ആളാണ് ഈ ആഗമാനന്ദ സ്വാമികൾ. ആഗമാനന്ദ സ്വാമികളുടെ വീരവാണി എന്ന് പറയുന്ന പുസ്തകം 4 വോളിയം അന്നത്തെ സെൻട്രൽ ഗവൺമെൻറ് ഫണ്ട് ചെയ്തിട്ട് പ്രസിദ്ധീകരിച്ച പുസ്തകമുണ്ട്. അതിലിതെല്ലാം പറയുന്നുണ്ട്. അതാണ് ഇതിൻ്റെ സോഴ്സ്. അപ്പോൾ ഇത് സ്വാമിജിയെ ഏൽപ്പിച്ചപ്പോൾ സ്വാമിജി അത് നോക്കിയപ്പോൾ സ്വാമിജിക്ക് മനസ്സിലായി ഇത് ശങ്കരാചാര്യരുടേതല്ല എന്ന്. കാരണം അത് സംസ്കൃതത്തിൽ തന്നെ ശുദ്ധ അസംബന്ധങ്ങളുണ്ട്, അതിലെ വ്യാകരണ പിശകുകളുണ്ട്, ഒരുപാട് തെറ്റുകുറ്റങ്ങളുണ്ട്. അപ്പോൾ പിന്നെ ആരാണ് ഈ പാതകം ചെയ്തത്? അങ്ങനെയാണ് ആഗമാനന്ദ സ്വാമികൾ ഉപയോഗിക്കുന്ന വാക്കുകൾ. അത് അന്വേഷിച്ചു പോയപ്പോൾ ഒരു ചെങ്ങന്നൂരിലെ ഒരു ശങ്കര ശാസ്ത്രികളാണ്. അപ്പം ഇദ്ദേഹമാണ് ഇത് രചിച്ചത് എന്ന് കണ്ടെത്തി അവർ ആഗമാനന്ദ സ്വാമികൾ ഉൾപ്പെടുന്ന ഇവരൊക്കെ
ഒരു വളരെ നീചമായ അങ്ങേയറ്റം മ്ലേച്ഛമായ കർമ്മമാണ് എന്നൊക്കെ പറഞ്ഞു അതിനൊരു പരിസമാപ്തി ഉണ്ടായി. പക്ഷേ ഏറ്റവും വലിയ ഒരു വിരോധാഭാസം എന്ന് പറയുന്നത് ഇന്നും നമ്മുടെ ക്ഷേത്രങ്ങളിൽ, പ്രത്യേകിച്ച് ഗുരുവായൂർ പോലുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ഇപ്പോഴും ഇത് ശങ്കരാചാര്യരുടേതാണ് എന്ന് പറഞ്ഞൊരു പ്രമാണം പോലെ കൊണ്ടു നടക്കുന്നു എന്നാണ് അറിവ്. നമുക്ക് പിന്നെ അത് പുറം ലോകവുമായിട്ട് അതിന് ബന്ധമില്ലാത്തത് കൊണ്ട് അങ്ങനെ അത് നമ്മളെ സംബന്ധിക്കുന്ന ഒരു വിഷയമല്ല. പക്ഷെ അവർ പലതിനും പ്രമാണമാക്കിയിരിക്കുന്നത് ഇതാണെന്നാണ് കേൾക്കുന്നത്. എന്തോ ആവട്ടെ. അപ്പോൾ പറഞ്ഞു വന്നത് എന്താന്ന് പറഞ്ഞാൽ ശങ്കരാചാര്യരുടേതല്ലാതെ ശങ്കരാചാര്യരുടെ പേരിൽ ഇങ്ങനെ കുറേ തോന്നിവാസങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം ശങ്കരാചാര്യരെ കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നല്ലോ. അപ്പോൾ അതിലും ഇതേപോലെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ വാസ്തവത്തിൽ ശങ്കരാചാര്യർ ഈ തൊട്ടുകൂടായ്മയെ എതിർക്കുന്ന കാര്യത്തിലാണ് ശങ്കരാചാര്യർ ഒരു കൃതിയുടെ ആമുഖമായിട്ട് ഈ ഒരു കാര്യം ഈ ചണ്ടാളൻ അഭിമുഖമായി വന്നു എന്ന് പറഞ്ഞത്. ആ ചണ്ടാളനോട് ശങ്കരാചാര്യർ മാറാൻ പറഞ്ഞപ്പോൾ ചണ്ടാളൻ തിരിച്ചു ചോദിക്കുന്നതും ശങ്കരാചാര്യർ ചണ്ടാളനെ നമസ്കരിക്കുന്നതുമൊക്കെ. പിന്നെ അതെന്താക്കിയെന്നറിയും ഈ ആളുകൾ, ആ ചണ്ടാളൻ ശിവൻ വേഷം മാറി ശങ്കരാചാര്യരെ പരീക്ഷിച്ചതാണ് എന്നാക്കി. എന്തൊരു കഷ്ടമായിട്ടുള്ള ഒരു കാര്യമാണെന്നറിയോ. അങ്ങനെ ശങ്കരാചാര്യർ സങ്കല്പിച്ച പല കാര്യങ്ങളെ ഘടകവിരുദ്ധമായിട്ട് ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ട്. ചിലതൊക്കെ വളരെ പെയിൻഫുൾ ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ നമുക്കൊക്കെ സന്യാസിമാരെ സംബന്ധിച്ച് അവർ നമസ്കരിക്കേണ്ടുന്ന ആളുകൾ എന്ന് പറയുന്നത് അങ്ങനെ വലിയ നിർബന്ധമൊന്നുമില്ല. ഈവൻ സന്യാസം തന്ന ഗുരുവിനെ തന്നെ നമസ്കരിക്കണമെന്ന് കർശന നിയമമൊന്നുമില്ല. കാരണം സന്യാസം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. അങ്ങനെയാണ്, സർവതന്ത്ര സ്വതന്ത്രൻ എന്നുള്ള ഇതാണ്. പിന്നെ ബന്ധങ്ങളൊന്നുമില്ല. തരുന്നു, ഗുരു ഒരു പേര് തരും, വസ്ത്രം തരും. പക്ഷേ നമുക്ക് എല്ലാവർക്കും എല്ലാം ഒരു ഭയങ്കര കമ്മിറ്റ്മെൻറ്റ് തന്നെയായിരിക്കും, അതിലൊന്നും തർക്കമില്ല. പക്ഷേ ശങ്കര ഭഗവത്പാദർ എന്താ പറഞ്ഞിരിക്കണമെന്ന് പറഞ്ഞാൽ, അമ്മയെ നേർക്ക് നേരെ കാണുമ്പോൾ, അമ്മയെ കണ്ടാൽ ഉടനെ ദീർഘദണ്ഡ നമസ്കാരം ചെയ്യണം. ഇതാണ് വിധി. അപ്പോൾ ഈ നമ്മുടെ ഈ ശങ്കര മഠങ്ങളിലൊക്കെ ശങ്കരാചാര്യരുടെ പേരിലാണല്ലോ അത്. നമ്മൾ നിങ്ങളുടെ അറിവിലേക്ക് പറയുന്ന, വിമർശിക്കാനോ ഇതിനോ ഒന്നുമല്ല. എങ്ങനെയാണ് ഇതൊക്കെ ഡയലൂട്ട് ചെയ്ത് ഇത് ഈ കോലത്തിലായിരിക്കണമെന്ന് പറയുന്നതിന് പറയാം. ഇപ്പോൾ ശങ്കരമഠത്തിലൊക്കെ ഉള്ള ശങ്കരാചാര്യന്മാർ അവർ അവർക്ക് അമ്മയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം ഈ അമ്മ അവരെ നേർക്ക് നേരെ വരാൻ പാടില്ല. അവർക്ക് കാണണമെന്നുണ്ടെങ്കിൽ തന്നെ അങ്ങനെ നേർക്ക് നേരെ വരരുത്. അപ്പോൾ അവർക്ക് ചെറിയ ദ്വാരങ്ങളുള്ള, പണ്ട് കാലത്തൊക്കെ ഉണ്ട് അങ്ങനെയുള്ള ഇത്. സ്ത്രീകളൊക്കെ അതിലൂടെയാണ് പുറത്താരാ വന്നതെന്നൊക്കെ നോക്കുക. അങ്ങനെ ആ ദ്വാരമുള്ള അതിലൂടെ ഈ അമ്മയ്ക്ക് മകനെ കാണാം, ഈ മകൻ അമ്മയെ കാണുന്നില്ല. അങ്ങനെ ദ്വാരട്ടതിൻ്റെ അപ്പുറത്ത് നിർത്തി കാണണം എന്നല്ല ശങ്കരാചാര്യർ പറഞ്ഞത്, അതല്ല. പക്ഷെ പിന്നീട് അങ്ങനെ അതിനൊരു ലൂപ്പ് ഹോൾ ഉണ്ടാക്കുകയാണ്. ശങ്കരാചാര്യർ കടൽ കടന്നു പോവാത്തത് കൊണ്ട് കടൽ കടന്നവൻ ശൂദ്രനാണെന്ന് ബാക്കിയുള്ളവർ എഴുതിയുണ്ടാക്കി. അപ്പം ഇതൊന്നും ശങ്കരാചാര്യർക്ക് ഇതിലൊന്നും ഒരു ഉത്തരവാദിത്വം ഉള്ളതല്ല. അപ്പം അങ്ങനെ കുറേ ഉണ്ട്. ശങ്കരാചാര്യർ ഇതിനെയൊക്കെ പ്രൊമോട്ട് ചെയ്ത ഒരാളാണ്. അതൊരു വിവരക്കേട് മാത്രമാണ്. എന്തായാലും നമുക്ക് അതൊക്കെ ഓരോരോ സന്ദർഭങ്ങളിൽ അതിനെക്കുറിച്ച് കൂടുതൽ പറയാം. ഇപ്പം സാമാന്യമായിട്ടൊന്നും ഇങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളും സംശയങ്ങളും ഉണ്ടാകുമ്പോൾ നമുക്കത് തീർച്ചയായിട്ടും അത് തീർത്തു പോകുന്നത് നല്ലതാണത്. കാരണം ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരാളാണ്. ഈ ജാതി കോമരമാണ് ശങ്കരാചാര്യർ എന്ന് പറയും. ശങ്കരാചാര്യർ അല്ല. പിന്നെ നമുക്കൊരു ജാതി ഓരോ ഇതൊക്കെ ഉണ്ട്, നമ്മുടെ കൽപ്പനകളൊക്കെ ഉണ്ട്. അതിനിപ്പോൾ ശങ്കരാചാര്യരൊന്നും പിഴച്ചിട്ടില്ലല്ലോ. അപ്പോൾ നമ്മൾ ആ കൃതികളിലൂടെയാണ്
നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടത്. അപ്പോൾ നമുക്ക് മനസ്സിലാവും ആരാണ് ശങ്കരാചാര്യർ. അപ്പോൾ ശിവഗുരുവിൻ്റെ മകനാണ്. ശിവഗുരുവിനെ വിദ്യാരണ്യ സ്വാമികൾ അടയാളപ്പെടുത്തുന്നത് ജ്ഞാനേ ശിവ വചനേ ഗുരു എന്നാണ്. ജ്ഞാനത്തിൽ സാക്ഷാൽ പരമശിവൻ തന്നെ, വചനം കൊണ്ടോ വാഗ്വിഷയത്തിൽ ഗുരുവുമാണ്. അങ്ങനെയുള്ള ഒരു പ്രഗത്ഭനായ, അവർക്ക് പാരമ്പര്യമായിട്ട് വലിയ ധനികരാണ്, അങ്ങനെയുള്ള ആളായിരുന്നു ഈ ശിവഗുരു. വേദാധ്യായനവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വിധിയാവണ്ണം ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അവിടെയാണ് ഈ മേൽപ്പാഴൂർ മനയിൽ നിന്ന്, അപ്പോൾ ശിവഗുരുവിൻ്റെ ഇല്ലം വെച്ച് നോക്കുമ്പോൾ ഇവർക്ക് അത്ര വലിയ ഇതൊന്നുമല്ല, പക്ഷെ എന്നാലും സാമാന്യം ഭേദപ്പെട്ട വലിയ ഇല്ലമൊക്കെയാണ്. അതാണ് ഇന്ന് ചിന്മയ ആദിശങ്കര നിലയം, ചിന്മയ ഇൻ്റർനാഷണൽ ഫൗണ്ടേഷൻ എന്നുള്ള പേരിൽ അതുള്ളത്. നിങ്ങൾ ആരെങ്കിലുമൊക്കെ എറണാകുളത്ത് പോകുമ്പോൾ അത് പോയി കാണണം. നമ്മൾ ആരെങ്കിലും അതൊന്നും കണ്ടിട്ടില്ലെങ്കിൽ അതൊക്കെ വളരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ്. അവിടെയൊക്കെ നിങ്ങൾ പോയിട്ട് ആ നാലുകെട്ടിൻ്റെ ഉള്ളിൽ അവിടെ ശങ്കരാചാര്യർ ജനിച്ചു എന്ന് പറയുന്ന മുറിയുണ്ട്. ചിന്മയാൻ സ്വാമികൾ ഒന്ന് വിളക്ക് കത്തിച്ചിട്ടുള്ള ആ കടാവിളക്ക് അങ്ങനെ പോകുന്നുണ്ട് ഇപ്പോഴും. അപ്പോൾ അവിടെ മേൽപ്പാഴൂർ മന എന്ന് പറയും, അതായത് പിറവം, പേപ്പതി എന്ന് പറയും. പിറവത്തിനടുത്താണ് അത് പേപ്പതി. എറണാകുളത്തുള്ളവർ പോലും പോയി കാണാത്ത സ്ഥലമാണ്. കാലടി എല്ലാവർക്കും അറിയാം, അവിടെ വലിയൊരു സ്തൂപവും കാര്യമൊക്കെ ഉള്ളതുകൊണ്ട് അവിടെയൊക്കെ പോയി കറങ്ങും. അവിടെ പോയി കഴിഞ്ഞാൽ സ്ഥലമൊക്കെ കേമൊക്കെ തന്നെയാണ്, പക്ഷേ അതുപോലെയല്ല. നിങ്ങൾ ഈ ശങ്കരനിലയത്തിൽ മേൽപ്പാഴൂർ മനയിൽ പോയാൽ നിങ്ങൾക്കൊരു വല്ലാത്തൊരു അനുഭവം തോന്നും. അവിടെയായിരുന്നു നമ്മുടെ വേദാന്ത പഠനം നടന്നത്. നമ്മളെ സംബന്ധിച്ച് വലിയൊരു ഭാഗ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അവിടെയാണ് ജനിച്ചു. കാരണം ചിന്മയാൻ സ്വാമികൾ പറയും കാലടിയിലല്ല ശങ്കരാചാര്യരുടെ ജനനം എന്ന്. കാരണം അതിനൊരു ന്യായമുണ്ട്. അമ്മ വീട്ടിലാണല്ലോ പ്രസവം നടക്കുന്നത്, അപ്പോൾ അമ്മാത്താണ് നടക്കുക. അപ്പം അതുകൊണ്ട് ഇവിടെയാണ് നടന്നിട്ടുള്ളത്. കാലടിയൊക്കെ വെച്ചത് അവിടെ ആയതുകൊണ്ടായിരിക്കാം അങ്ങനെ വന്നത്. അപ്പോൾ അങ്ങനെയൊരു അവിടെ ഒരു ഇതുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് ശിവഗുരു, ആ ഭാഷയിൽ പറഞ്ഞ വേളി, ശിവഗുരുവിൻ്റെ വേളി എവിടുന്നാന്ന് ചോദിച്ചാൽ മേൽപ്പാഴൂർ മനയെന്നാണ്. ആര്യാമ്പയെ വിവാഹം കഴിക്കുന്നു. അവർക്ക് കുട്ടികളില്ല. അങ്ങനെ അവർ ശിവഭജനം, സാക്ഷാൽ ഭഗവാനെ ഭജിച്ചു. അങ്ങനെ ഒരു ദിവസം സ്വപ്നം കണ്ടതിനെ കുറിച്ച് പറയുന്നത് ഭഗവാൻ ശിവൻ തന്നെ സ്വപ്നത്തിൽ ഇവരോട് ചോദിച്ചു എന്നാണ്. എന്താ ചോദ്യം? അനേക ഗുണങ്ങളോട്, ബഹുഗുണങ്ങളോട് കൂടിയ ഒരുവൻ വേണോ? അധികമായുസ്സും അല്പഗുണവുമുള്ള ഈ ബഹുഗുണങ്ങളോട് കൂടിയ അവൻ അല്പായുസ്സാണ്. മറ്റേതെന്താന്ന് പറഞ്ഞാൽ അധികമായുസ്സും അല്പഗുണവും കൂടിയ അനേകം പുത്രന്മാരെ വേണോ? ഒന്നിനെ വേണോ അതോ അനേകം വേണോ? ഇങ്ങനെ ഈ സ്വപ്നത്തെക്കുറിച്ച് പല കഥകളൊക്കെ പറയാറുണ്ട്. വിദ്യാരണ്യ സ്വാമികൾ പറയുന്നത് ഇങ്ങനെയാണ്. അപ്പം ഇവർ രണ്ടുപേരും തന്നെ അതിനെക്കുറിച്ച്, ശിവഗുരു അതാണ് ആര്യാമ്പയോട് പറഞ്ഞത്. ശിവഗുരുവാണ് ഈ സ്വപ്നം കാണുന്നത്. രണ്ടുപേരും ഒരുമിച്ച് സ്വപ്നം കാണാൻ പറ്റില്ലല്ലോ. അപ്പം ആര്യാമ്പയോട് ഇത് പറഞ്ഞപ്പോൾ ആര്യാമ്പ പറയണത്, അത് ആയുസ് അല്പമാണെങ്കിലും സത്പുത്രൻ തന്നെയാണ് നമുക്ക് ജനിക്കുക എന്നുള്ളത് അവരങ്ങോട്ട് ഉറപ്പിക്കുകയാണ്. അങ്ങനെയാണ് സാക്ഷാൽ ശങ്കരൻ്റെ തന്നെ അവതാരം എന്നുള്ള നിലയിൽ ശങ്കരാചാര്യർ ജനിക്കുന്നത് എന്നാണ് സങ്കല്പം. എന്തായാലും
നിങ്ങൾ ശങ്കരാചാര്യരെ കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ GV അയ്യർ ദ ശങ്കരാചാര്യ എന്ന് പറഞ്ഞ നല്ലൊരു സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ട്. വളരെ പഴയ NFDCയുടെ നാഷണൽ ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ഇതിലാണ് ആ സിനിമ ചെയ്തത്. ഞങ്ങൾ ആശ്രമത്തിൽ പഠിക്കുമ്പോൾ GV അയ്യർ ആശ്രമത്തിൽ വന്നിരുന്നു. ഞങ്ങളോട് കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം ആ സിനിമയ്ക്ക് വേണ്ടി കുറേ ഈ GV അയ്യർ ഒരു താപസനെ പോലെയുള്ള ഒരാളാണ്. അപ്പോൾ നമുക്ക് അദ്ദേഹമായിട്ട് സംസാരിക്കാനും അദ്ദേഹം ഞങ്ങൾക്ക് ക്ലാസ്സൊക്കെ എടുത്തിരുന്നു. അപ്പോൾ ആ സിനിമ ഇതിൽ നമുക്ക് തോന്നുന്നത് യൂട്യൂബിലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഈ NFDCയുടെ ആർക്കൈവ്സിലൊക്കെ ഉണ്ട്. അത് ഡൗൺലോഡ് ചെയ്ത് എടുക്കുകയൊക്കെ ചെയ്യാം. അതൊക്കെ കാണണം, നമ്മളൊരു ഡോക്യുമെൻ്റായിട്ട് കാണണം. അതിൽ വളരെ മനോഹരമായിട്ട് ഇതെല്ലാം ചെറിയ കുട്ടിയാവുന്ന നചികേതസ് കഥകളി കാണാൻ, കഠോപനിഷത്തിൻ്റെ പ്രമേയം കഥകളിയായിട്ട് കളിക്കുന്നത് കാണാനൊക്കെ ഓടുന്ന ശങ്കരാചാര്യരായിട്ട് അഭിനയിച്ച ചെറിയ കുട്ടിയും വലിയ ആളായതൊക്കെ വളരെ നന്നായിട്ടാണ്, നല്ല രീതിയിൽ ആ സിനിമ ചെയ്തത്. വളരെ ദൈർഘ്യമുള്ളതാണ്, നമുക്ക് തോന്നുന്നു ഒരു 3 മണിക്കൂറിനടുത്തുണ്ട് അത്. അപ്പം ഈ വിദ്യാരണ്യ സ്വാമികൾ ഈ ഒരു ചിത്രം നമ്മുടെ മുന്നിൽ തരുന്നുണ്ട്. അതിൽ കൃതികളൊക്കെ എപ്പോഴൊക്കെ ഏതൊക്കെ സന്ദർഭങ്ങളിൽ കൃതികൾ എഴുതി രചിച്ചു ഏതാന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ഭജഗോവിന്ദം ഒരു പ്രകരണ ഗ്രന്ഥങ്ങളിൽ ആശ്രമത്തിൽ പഠിപ്പിക്കുന്ന ആദ്യത്തേതാണ്, വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഒരു വൃദ്ധൻ ശങ്കരാചാര്യരുടെ കൃതികളൊക്കെ ഏറെക്കുറെ എല്ലാം ഒരു പശ്ചാത്തലം ചിത്രീകരിച്ചു കൊണ്ടുള്ള ഒന്നാണ്. ഒരു വൃദ്ധൻ സംസ്കൃതത്തിലെ ധാതുക്കളെ കാണാതെ പഠിക്കുകയാണ്. കാരണം ധാതുക്കൾ പഠിക്കുക എന്നുള്ളത് സംസ്കൃതം പഠിക്കുന്നവർക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം നമ്മൾ കുട്ടികൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുമല്ലോ, CAT കാറ്റ്, BAT ബാറ്റ്, RAT റാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അതേപോലെ ഈ ധാതുവിൻ്റെ ധാതു അർത്ഥം എന്ന് പറയും, ധാതുവിൻ്റെ അർത്ഥവും കാണാപ്പാഠം പഠിക്കുക. അപ്പോൾ അതിങ്ങനെ വരുന്ന സമയത്ത് ഇദ്ദേഹം ചൊല്ലിയിരുന്ന ധാതു ഡുകൃഞ്ഞ് എന്നുള്ള, കൃഞ്ഞ് എന്ന് പറയുന്ന ധാതുവാണ്, അതിൻ്റെ പൂർണ്ണ രൂപമാണ് ഡുകൃഞ്ഞ്. അപ്പോൾ ഡുകൃഞ്ഞ് കരണേ എന്നാണ് അതിൻ്റെ സാരം. അപ്പോൾ ഭൂസത്തായാം ഈട്ട് ഭരണേ എന്നൊക്കെ ധാതുവിന് അർത്ഥം അങ്ങനെ അങ്ങോട്ട് ഹൃദിസ്ഥമാക്കും. അതാണ് അതിൻ്റെ ഒരു രീതി. അപ്പോൾ കൃഞ്ഞ് കരണേ, കൃഞ്ഞ് കരണേ, കൃഞ്ഞ് കരണേ, കൃഞ്ഞ് കരണേ എന്നൊരു വൃദ്ധൻ അങ്ങനെയാണ് സങ്കല്പിക്കുന്നത്. ഒരാൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ശങ്കരാചാര്യർ ആ വൃദ്ധനെ മുൻനിർത്തിക്കൊണ്ട് ശങ്കരാചാര്യർ പറയുന്നതാണ്, ചൊല്ലുന്നതാണ് ഈ ഭജഗോവിന്ദം. യേശുദാസ് വളരെ മനോഹരമായിട്ട് ആലപിച്ചത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം. നമ്മൾക്ക് അത്ര സംഗീതമൊന്നും ഇല്ലാത്തത് കൊണ്ട് അതങ്ങനെ വരില്ല. ആശ്രമത്തിൻ്റെ രീതി അതല്ല. സംഗീതം പറയുമ്പോൾ നമ്മളെ ആശ്രമത്തിൽ പാട്ട് പഠിപ്പിക്കാൻ വന്ന ആൾ രക്ഷപ്പെട്ടു പോയതാണ്. ഞങ്ങൾ ആശ്രമത്തിൽ അത്യാവശ്യം ഈ പറഞ്ഞ പോലെ 2 പേര്, ഒന്ന് യോഗമാഷും അതുപോലെ ഈ പാട്ട് പഠിപ്പിക്കാൻ വന്ന ആളും, 2 പേരും ആയുധം വെച്ച് കീഴടങ്ങിയവരാ. കാരണം ഇവരെ പഠിപ്പിച്ചാൽ പാട്ടുമാഷ് പറഞ്ഞത് മൂപ്പരുടെയും കൂടെ സ്വരസ്ഥാനം തെറ്റിപ്പോകുന്നുള്ളതാണ്. ഞങ്ങളൊരു അങ്ങനെയുള്ള ഒരു ഇതായിരുന്നു അതുകൊണ്ട് നമുക്കത് അത്രയൊന്നും സംഗീതവശമില്ലാത്തതുകൊണ്ട് അങ്ങനെ വരില്ല. പിന്നെ ആശ്രമത്തിൻ്റെ ഒരു രീതിയുണ്ട്.
ഒരിക്കലും ഒരു 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 സ്ത്രീയെ ഒരു സ്ത്രീക്ക് ഇതേപോലെ അവർക്ക് സംഗീതം അഭ്യസിക്കണം എന്നുള്ള തീവ്രമായ ആഗ്രഹം ഉണ്ടായിരുന്നു. ഭർത്താവ് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഒരാളെ ഏർപ്പാടാക്കാം നമുക്കെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പാട്ടുമാഷ് ഏർപ്പാടാക്കി. പാട്ടുമാഷ് വരും, എന്നിട്ട് ഇവരെ പഠിപ്പിക്കും. അതാണല്ലോ. അപ്പോൾ ആദ്യത്തെ ദിവസം ഭർത്താവ് അവിടെ ഇരുന്നു. അപ്പോൾ പിന്നെ ഈ 2 ദിവസം കൂടുമ്പോഴെന്തോ ആണ് വരിക. അപ്പോൾ പിന്നെ എപ്പോൾ പാട്ടുമാഷ് വരുന്നോ കയറുന്ന സമയത്ത് ഭർത്താവ് പുറത്ത് ഇറങ്ങും. മൂപ്പര് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ആ പടിയുടെ അവിടെ മുറ്റത്തൊക്കെ ഇങ്ങനെ പഠിക്കലൊക്കെ ഉണ്ടാവും, അവിടെ ഉണ്ടാവും. മാഷ് പാട്ട് ഇത് കഴിഞ്ഞിട്ട് ഇറങ്ങി പോകുമ്പോൾ നമസ്കാരമൊക്കെ പറഞ്ഞു പോകും. അപ്പോൾ ഭാര്യ ഭർത്താവിനോട് പറയാ, ചേട്ടൻ എന്താ ഇങ്ങനെ, അതൊരു എന്ത് വിചാരിക്കും, മാഷ് എന്ത് വിചാരിക്കും, മാഷ് ഇങ്ങോട്ട് കയറുമ്പോൾ ചേട്ടൻ ഇങ്ങനെ പുറത്തിറങ്ങുക എന്ന് പറഞ്ഞാൽ ശരിയല്ലല്ലോ, ചേട്ടനിപ്പോൾ എന്താ ഇതൊന്നും കേട്ടാലോ എന്നൊക്കെ. അപ്പം അങ്ങനെയല്ല. ഈ ആദ്യത്തെ ദിവസം നീ പഠിച്ചില്ലേ, അപ്പം തന്നെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. എന്താന്ന് പറഞ്ഞാൽ നീ രീ ഒക്കെ പറയുമ്പോഴേ ഞാൻ നിൻ്റെ കൊല്ലിക്ക് പിടിക്കുകയാണെന്നാണ് പുറത്തുള്ളവർ കരുതുന്നത്. അവർക്കറിയില്ല അവിടെ പാട്ട് ക്ലാസ് നടക്കുകയെന്ന്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ആരെങ്കിലും ചോദിച്ചാൽ പറയാൻ വേണ്ടി ഞാൻ പുറത്തിരിക്കുക, അല്ല പാട്ട് പിടിക്കുകയാണെന്ന് പറയാം. എന്താന്ന് പറഞ്ഞാൽ ആൾക്കാർ കയറി കൂടും, അതുകൊണ്ട് മാത്രമാണെന്ന് പറയാം. അപ്പം എങ്ങനെയായിരുന്നു? അതുകൊണ്ട് മാഷ് നമ്മളെ എല്ലാവരെയും പഠിപ്പിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് ആയുധം വെച്ച് മാഷ് കീഴടങ്ങി പോയതാണ്. എന്തായാലും നമുക്ക് ആശ്രമത്തിൻ്റെ രീതിയിൽ ഇത് ചൊല്ലാം. അതിനൊരു രീതി വേറെയാണ്. എന്താണ്? 1-ാമത്തെ ശ്ലോകം ഭജഗോവിന്ദത്തിലെ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതിടുഗൃഞ്ഞ് കരണേ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. ഹേ മൂഢമതേ, ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. തുടങ്ങുന്നത് തന്നെ ഹേ മൂഢ എന്നാണ്. അതാണ് ചിലർ പറയുന്നത് ശങ്കരാചാര്യർ ഇങ്ങനെ മൂഢാന്നൊന്നും വിളിക്കില്ല എന്ന്. ശങ്കരാചാര്യർ മൂഢാന്നും മൂർഖാന്നും ഒക്കെ ഉണ്ട്, കൃതികളിൽ ഭാഷ്യത്തിലൊക്കെ ഉണ്ട് അങ്ങനെ. അത് മൂഢാന്നുള്ളത് അത്ര ഒരു കുഴപ്പം പിടിച്ചതല്ല വിളി. എന്തിനാണ് ശങ്കരാചാര്യർ മൂഢ എന്ന് പ്രയോഗിച്ചത്? ചിന്മയാനന്ദ സ്വാമികൾ പറയും, ഇപ്പോൾ ഒരു പരിപാടി നടക്കണം. ഒരു ക്ഷേത്രത്തിൽ നിങ്ങൾ സങ്കല്പിച്ചോളൂ, ക്ഷേത്രത്തിലെ ഒരു ഉത്സവത്തിൻ്റെ സാംസ്കാരിക സമ്മേളനത്തിൻ്റെ വേദിയാണ്. അപ്പോൾ ആദ്യം വന്ന് പ്രാസംഗികൻ ആളുകളെ അഭിസംബോധന ചെയ്തു. ഭക്തജനങ്ങളെ, അമ്മമാരെ, പെങ്ങന്മാരെ, ഇങ്ങനെ ഓരോരുത്തരും ഓരോ രീതിയിലാണ് പറയുന്നത്. രാഷ്ട്രീയക്കാർ വന്നപ്പോഴും അങ്ങനെയാണ്. അമ്മമാരെ, പെങ്ങന്മാരെ, കുഞ്ഞു പിഞ്ചോമനകളെ എന്നൊക്കെ പറഞ്ഞു. ചിലർ വന്ന് ധന്യാത്മാക്കളെ. ഓരോരുത്തരുടെ സംബോധനയും ഗംഭീരമാണ്. ആർക്കും പ്രത്യേകിച്ച് അങ്ങനെയൊന്നും തോന്നുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ വന്ന്, അല്ലയോ വിഡ്ഢികളെ, വനാരടാ, എന്താ എല്ലാവരും വളരെ ജാഗ്രതയോടുകൂടി
ശരിക്കും പറഞ്ഞാൽ എല്ലാവരും വിളി കേട്ടു. അതിനു മുമ്പ് ധന്യാത്മാക്കളെ, പിന്നെ അമ്മമാരെ, ഭക്തന്മാരെ, എല്ലാം നമ്മളെ സംബന്ധിച്ച് ഒന്നും ഏഷ്യതയില്ല. പക്ഷേ മൂഢന്മാരെ, പൊട്ടന്മാരെ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഉടനെ ആളുകൾ എഴുന്നേറ്റു. ഹലോ, ഇത് പറഞ്ഞിട്ട് ബാക്കി പറഞ്ഞാൽ മതി. നിങ്ങൾ ആരെയാണ് വിളിച്ചത്? അല്ല, നിങ്ങളെയല്ല, എന്നെയല്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ? ഞാനിവിടെ ഇരിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ പിന്നെ ആരെയാണ് വിളിച്ചത് പറയാം. ഈ കൂട്ടത്തിൽ ആരെയാണ് നിങ്ങൾ വിളിച്ചത് എന്ന് പറ, എന്നിട്ട് മതി ബാക്കി. ബഹളാവും. അതുവരെ ധന്യാത്മൻ എന്ന് പറഞ്ഞ ഒരു പ്രശ്നവും മുമ്പരിക്കില്ലായിരുന്നു. ഭക്തജനം എന്ന് പറഞ്ഞ പ്രശ്നമില്ല. കാരണം ഹേ മൂഢ എന്ന് പറയുമ്പോൾ എന്താണെന്ന് അറിയോ? വിളി കേട്ടു. ശങ്കരാചാര്യരുടെ ഉദ്ദേശം ഇതേ ഉള്ളൂ, വിളി കേൾപ്പിക്കണം. ഇവൻ്റെ അറ്റൻഷൻ എടുക്കാനുണ്ട്, അത്രയേ ഉള്ളൂ. പിന്നെ ഭ്രാത എന്നൊക്കെ പറയും, സഹോദര എന്നൊക്കെ പറയുന്നുണ്ട്. ഈ മൂഢനെ തന്നെയാണ് സഹോദര എന്ന് വിളിക്കുന്നുണ്ട്. ഹേ മൂഢ. അപ്പം ആരാണ് മൂഢൻ? എന്തുകൊണ്ട് ഞാൻ മൂഢൻ? എന്താ ഇവിടെ പറയണത്? ഭജ ഗോവിന്ദം, ഭജ ഗോവിന്ദം, ഗോവിന്ദം ഭജ മൂഢമതേ, സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ഡുകൃഞ്ഞ കാരണേ. ഗോവിന്ദനെ ഭജിക്കുക, ഗോവിന്ദനെ ഭജിക്കുക, ഗോവിന്ദനെ തന്നെ ഭജിക്കുക. സംപ്രാപ്തേ സന്നിഹിതേ കാലേ, സന്നിഹിതമാകുന്ന കാലം, മരണം തന്നെ, അത് അടുക്കുന്ന സമയത്ത് സംപ്രാപ്തമാകുമ്പോൾ നഹി നഹി രക്ഷതി, നിന്നെ രക്ഷിക്കില്ല. എന്ത്? ഈ ഡുകൃഞ്ഞു കരണ എന്നുള്ളത്. ഇത് വിസ്തരിച്ച് മനസ്സിലാക്കാനുള്ളതാണ്. എന്താണ് ഗോവിന്ദൻ? ആരാണ് മൂഢൻ? എന്തുകൊണ്ട് മൂഢൻ? എങ്ങനെ ഭജിക്കണം? ഭജനത്തിൻ്റെ രഹസ്യം എല്ലാം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓം പൂർണ്ണമതഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ.